അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞെട്ടിക്കുന്ന അടിപൊളി അടുത്ത ഓഫർ സൗക സ്കീം എന്താ? 2021 വാഗനറാണ്. VXI ആണ്. VXI എന്ന് പറയുന്ന ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, ഒരു എയർ ബാഗ് വരുന്നുണ്ടാവും. ഇത്രയായിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. സീറ്റ് കവർ ഒരെണ്ണം മാറ്റാനായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം ബോഡി ഷേപ്പ് തന്നെയാണ് നിലവിൽ 2021 വണ്ടിയല്ലേ ഇത്? 2021 വണ്ടി ഉള്ളത്. റീപ്ലേസ് ഒന്നുമില്ല, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട്? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര വരുന്നത്? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. ഓക്കെ, അത് പക്ഷേ കമ്പനി സർവീസ് ഉള്ളതല്ലേ? സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് വരുന്നത് 4,85,000 ആണ്. 4,85 5,4 വരെ റേഞ്ചിൽ ലോൺ, 5,4 മുകളിൽ ലോൺ കിട്ടാനും സാധ്യതയുണ്ട്. ഈ കിലോമീറ്ററിനെ കൊണ്ടാണോ റേറ്റ് കുറച്ചിട്ടുള്ളത്? അല്ല, റേറ്റ് നമ്മൾ മാക്സിമം കുറച്ചിട്ട് തന്നെ എടുത്തുള്ളൂ. പക്ഷേ 2021 വണ്ടി നമ്മൾ ഈ റേറ്റ് അല്ലേ കാണല്. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരുമോ? എക്സ്പീരിയൻസ് പറയാന് ഞാൻ ഇതുപോലെ യൂട്യൂബിൽ കണ്ടിട്ടാണ് വരുന്നത്. യൂട്യൂബ് കണ്ട് വന്ന് ആദ്യം തന്നെ ബന്ധപ്പെട്ടപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ആൾ. ആ ഒരു റെസ്പോൺസിൻ്റെ പേരിലാണ് ഞാൻ പിന്നെ ഉപ്പനോട് പറഞ്ഞത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്ന് നോക്കാമെന്നുള്ള. ഇപ്പോൾ റെസ്പോൺസ് കണ്ടപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് ഉപ്പനോട് പറഞ്ഞപ്പോഴാണ് പിന്നെ അങ്ങനെ റേറ്റ് ഒക്കെ കുറച്ചൊന്നുണ്ടോ? റേറ്റ് ഒക്കെ കുറച്ച് 3,75 പറയുന്നതാണ്. റേറ്റ് മാക്സിമം കുറച്ച് 3,75 പറഞ്ഞിരുന്നു. 3.5 നമുക്ക് കൊടുത്തേ. ZDI വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയിലെ വണ്ടി കേട്ടോ. മെക്കാനിക്കൽ അവർ മെക്കാനിക്കൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് പുറത്ത് 1-2 ടീംസിനെ കാണിച്ചതിന് ശേഷം എടുത്ത്. ഓക്കെ, സന്തോഷമായില്ല. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിൽ പുളിക്കൽ ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തുള്ള നമ്മളെ കാർക്രാഡിലെ മേളന ഗ്രൗണ്ടിലാണ്. നേരെ പുറകിലായിട്ട് നമുക്ക് നാഷണൽ ഹൈവേ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ. മലപ്പുറം പാലക്കാട് ഹൈവേ കാണാം. അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കോർപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ ലാൻഡ്മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഈ 3 സ്ഥാപനങ്ങൾക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ മേളയുടെ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു തൃപ്തികരമായിട്ടുള്ള രീതിയിലല്ല, ജസ്റ്റ് കുറച്ച് വണ്ടികൾ മാത്രമേ കാണിച്ചു പോയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ടാവും. ലോ ബഡ്ജറ്റ് മുതൽ ഹൈ റേഞ്ച് വരെയുള്ള എല്ലാ വണ്ടികളും ഈ ഒരു വീഡിയോയിലുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള സ്വിഫ്റ്റ് തന്നെയാണ്, പക്ഷേ വില കുറച്ചുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2009 VDI ആണ്. ഡിസയർ VDI ആണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. പക്ഷേ വണ്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. ഡീസലിൽ നമ്മളെ ഫിയാറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. 18-20 റേഞ്ചിൽ ഡിസയർ നമുക്ക് സിമ്പിളായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. KL11 രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. റിന്യൂവലാണെങ്കിലും പറഞ്ഞ മുന്നത്തെ വണ്ടിയുടെ പോലെ തന്നെ അത്യാവശ്യം വലിയൊരു വർക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം റേറ്റ് എത്രയൊക്കെയാണ് കുറച്ചിട്ടുള്ള സമയത്ത്? ഇപ്പോൾ ഫിക്സഡ് പ്രൈസ് ആയിട്ട് 1.5 ലക്ഷം രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കണം. 1.5 ലക്ഷം രൂപ ഫൈനൽ റേറ്റ് 2009 സ്വിഫ്റ്റ്. 1.74 കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. 1.74 മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ റേറ്റ്. 1.5 ഫൈനൽ കൊടുക്കാം. ഓക്കെ, ലോൺ എന്തെങ്കിലും കയറുന്നുണ്ടോ സ്വിഫ്റ്റിന്? ലോൺ നമുക്ക് ഫിനാൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. 1 ലക്ഷം ഒക്കെ ലോൺ എന്തായാലും കിട്ടാൻ ചാൻസ് അല്ലേ? സേട്ടു ലോൺ ആയിട്ട് സേട്ടല്ല, നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് തന്നെ കിട്ടാൻ സാധ്യത ഉണ്ട്. 50,000 രൂപയ്ക്ക് സ്വിഫ്റ്റ് ഡിസയർ കിട്ടുന്നുണ്ടാവും. 2009 LXI S-Star K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് വരുന്നുണ്ടാവും. LXIൻ്റെ അകത്ത് ഇല്ല പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് വരുന്നുണ്ടാവില്ല. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. 13-15 റേഞ്ചിലൊക്കെ മൈലേജ് ഡീസൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇന്റീരിയർ അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം? അറൗണ്ട് 1 lakhന്റെ അടുത്ത് ഓടിയുണ്ട്. ഓക്കെ, 2009 വണ്ടിയാണ്. അപ്പോൾ റിന്യൂവലൊക്കെ എന്നാ വരുന്നുണ്ടാവുക? റിന്യൂവൽ ടൈം ഉണ്ട്. ഉണ്ടല്ലേ? അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ഇപ്പോൾ റിന്യൂവൽ ആണെങ്കിൽ പോലും വലിയൊരു വർക്കിന് മുകളിൽ ബോഡിയിലൊന്നും കാണുന്നില്ല. 4 പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 1,10,000 ചോദിക്കുന്നത്. നമുക്ക് കുറച്ച് കൊടുക്കാം, മാക്സിമം കുറച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, 1.10 റേറ്റ് കുറച്ച്. ലോണൊന്നും കിട്ടില്ല 2009 വണ്ടിയെ കൊണ്ട്. സവിക്ക് അടുത്തത് വിസ്റ്റ ആണ്. ക്വാർട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് സ്വിഫ്റ്റിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. സ്വിഫ്റ്റ് റിച്ചിലൊക്കെ നമ്മൾ കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 1348 cc കണ്ട് 1248 cc 2012 മോഡലേ. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. LS എന്നുള്ള വേരിയന്റിൽ ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവും. ഇന്റീരിയർ അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 2012 വിസ്ത കാണുന്ന ഒരു വൃത്തിയുള്ള വണ്ടി, അതാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, നല്ല ബോഡി ഷേപ്പിലാണ് നിലവിലുള്ളത്. ഈ ഒരു വൃത്തിയുള്ള വണ്ടി 2012 നമ്മൾ കിട്ടാറില്ല. ഭയങ്കര റേറ്റ് ഉണ്ടോ വൃത്തിയുള്ളതിനെ കൊണ്ട്? 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. റേറ്റ് 1.25 ചോദിക്കുന്നുള്ളൂ. 1.25 ഉള്ളൂ 2012.
കുറയൂലേ? ഓ കസ്റ്റമർ വന്നിട്ട് കസ്റ്റമർ വന്ന റേറ്റ് മാക്സിമം കുറച്ച് കൊടുക്കും. നേരത്തെ നമ്മളെ ഓൾട്ടോനൊക്കെ പോലെ തന്നെ 49 52 പറഞ്ഞ് 39 ആ റേഞ്ചിലാണ് പോയത്. ഇതിപ്പം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? നീറ്റാണ്, ക്ലീൻ ആണ്. ടയർ അത്യാവശ്യം ഉണ്ട്. എടുക്കുന്ന ആൾക്ക് ഇതിൽ വർക്ക് എന്താണോ? ലോ ബഡ്ജറ്റ് ഒരു വർക്കില്ല, വിശ്വസിച്ചെടുക്കാം. അടിപൊളി കളറിൽ നമ്മൾ ഇത്രയും നേരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന സ്വിഫ്റ്റിൻ്റെയും അതേപോലെ തന്നെ ഇൻഡിക്കേൻ്റെ ഒക്കെ എഞ്ചിൻ, ഒറിജിനൽ എഞ്ചിൻ വരുന്ന വണ്ടി. ഡീറ്റെയിൽ എങ്ങനെയാ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 2015 പുണ്ടാണ്. അല്ല, വീഡിയോയിൽ കുറെ പരാതികൾ വരുന്നുണ്ട്. ആ റെഡ് വണ്ടി കൊടുക്കാനുള്ളത് നിങ്ങളെന്താ കാണിക്കാത്തെന്ന് വെച്ചിട്ട്. ഇത് മുന്നേ ബുക്കിംഗ് ആയിട്ടുണ്ടോ? അത് ഒരു ടീം ബുക്കിംഗ് ചെയ്തിട്ട് ഏകദേശം ഒരു 15-20 ദിവസം ഹോൾഡിംഗ് ആയി വന്നു. 15 ദിവസം ഹോൾഡ് ചെയ്ത് പിന്നെ ക്യാൻസൽ ചെയ്തു. ഓക്കെ. ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ വരുന്ന പുണ്ടോ ആണ്. ഫിനാൻസ് കേട്ടോ, ഫുൾ ഫിനാൻസ് കയറും. ഫുൾ ലോഡ് കയറുന്നുണ്ടാവും. ഓക്കെ. 1,00,000 കിലോമീറ്റർ ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റൂല്ലേ? 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. പിന്നെ ഫിയാറ്റിന്റെ ഒക്കെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ വണ്ടിയിലൊക്കെ പോകാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിന്റെ. അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് 2,30,000 ചോദിച്ചാൽ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കാന്നുള്ളത്. വണ്ടിക്ക് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊന്നും 2015 മോഡൽ അതിനെ കൊണ്ട് 30 വരെ ഏകദേശം പേപ്പർ കാര്യങ്ങളൊക്കെ ടീക്കാണ്. ഫ്രണ്ടിലെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇന്നോവ. 2000 കഴിഞ്ഞതാണ്. റീ ആണ്. G4 ആണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷനിലാണ് വരുന്നത്. റൂഫ് AC വരുന്ന വണ്ടി ഒക്കെ വരുന്നതാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, റൂഫിൽ AC വരുന്നുണ്ടാവും. മിഡിൽ റോല് അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് തന്നെയാണ് വണ്ടി ഇപ്പോഴും നിലവിലുള്ളത്. സൗഖ്യത് 6 സീറ്റർ ആണോ? അല്ല, 7 സീറ്റർ അല്ലേ? 7 സീറ്റർ ആണ്. മിഡിൽ റോയില് പൈലറ്റ് സീറ്റിംഗ് ഉൾപ്പെടെ വരുന്നുണ്ട്. ഇന്റീരിയറും പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 12 റേഞ്ച് വരെ മാക്സിമം ഇന്റർകൂളർ അല്ലാത്ത വണ്ടിയെ കൊണ്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. റേറ്റ് എത്ര ചോദിക്കുന്നത് ലോ ബഡ്ജറ്റ് ഇന്നോവയ്ക്ക്? 335 ചോദിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 2.5 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ടാവില്ലേ? അതായത് ഏകദേശം ഒരു 85,000 രൂപ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിക്ക് നമുക്ക് ഇന്നോവ ഇറക്കാം. 2027 വരെയൊക്കെ നമുക്ക് പേപ്പർ ഉണ്ടാവുന്നത്. സാധാ അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉള്ള ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. ഡീറ്റെയിൽ എങ്ങനെയാണ്? ഡീസലാണ്. 2018 ആണ്. ZDI വണ്ടി. 2018 KL58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. 123 എന്നുള്ള ഫാൻസി നമ്പർ ആണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 2 എയർ ബാഗ്, AMT ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവും. ഇന്റീരിയർ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല ഓണർഷിപ്പ് എത്ര? സിംഗിൾ സെക്കൻഡ്? ഇത് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ 1 lakh അറൗണ്ട് ഓടിയിട്ടുണ്ട്. ഇനി അതേ സമയത്ത് സർവീസ് ഒക്കെ കമ്പനി സർവീസ് ആണ്. മേജർ ക്ലെയിമുകളൊന്നുമില്ല. ZDI എന്നുള്ള ഫുൾ ലോഡിൽ വരുന്നുണ്ടാവും. ഡീസലിൽ 18-20 ഡീസന്റ് ആയിട്ട് ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുന്നുണ്ടാവും. സൗക ഫുൾ ലോൺ കയറുന്ന രീതിയിലുള്ള റേറ്റ് ആണോ? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 6,85,000 ചോദിക്കുന്നത്. 6,85 റേറ്റ്. അതായത് മാനുവല് ഡീസൽ കാണുന്ന റേറ്റിൽ ഓട്ടോമാറ്റിക് തന്നെ ഫുൾ ലോൺ കയറുന്നുണ്ടോ? ഫുൾ ലോൺ കയറും. അതിന് മുകളിൽ കയറും? ഫുൾ ലോണിന്റെ മുകളിൽ കയറില്ല. ഏകദേശം ആക്കി തരാം. അത്യാവശ്യം നല്ല റേറ്റ് ആണ്. നല്ല റേറ്റ്. കമ്പനി സ്റ്റേർ എല്ലാ കാര്യങ്ങളും പക്കയല്ലേ? പക്ക. സ്ഥിരം വ്യൂ. എവിടെയൊക്കെ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണുന്ന ആശയങ്ങള്. കണ്ണൂര് പോയാൽ മൂപ്പര് കണ്ണൂരുണ്ടാവും. മലപ്പുറം വന്നാൽ മൂപ്പര് മലപ്പുറത്ത് ഉണ്ടാവും. കോഴിക്കോട് വന്നാൽ മോമക്കര എടുത്ത് കഴിഞ്ഞാൽ മോമക്കര എടുത്ത് ആശ ഉണ്ടാവും. സാക്ക ഫുൾ ലോണ് കയറുമെന്ന് അറിയൂല. പക്ഷെ ചെറിയ വണ്ടിയാണ്. ചെറിയ മോഡലാണ്. ഫുൾ ലോൺ ഒന്നും പറയണ്ട. നമുക്ക് ഏകദേശം ഫുൾ ലോണിന്റെ അടുത്തൊക്കെ ചെയ്യാൻ പറ്റും. 160 വരെ 1.5-1.60 വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2017 മോഡൽ ടി വേരിയന്റ് ആണ് വരിക. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ലോ കിലോമീറ്റർ ആണ്. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ തെറ്റില്ല. നല്ല വണ്ടി. എടുക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. 1.89 ടയർ അത്യാവശ്യം പുതിയതായിട്ട് തന്നെ കാണുന്നുണ്ട്. 1.89 എന്നുള്ള ഫൈനലല്ലോ. ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ചെറിയ വണ്ടിയാണ്. ചെറിയ മാറ്റം വരുത്താം. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. അപ്പൊ ഏകദേശം 29 റുപ്യ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 റുപ്യ റേഞ്ചിലുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 2016 ഓൾട്ടോ കേട്ടനാണ്.
ഓട്ടോമാറ്റിക്കിനകത്ത് നമുക്ക് AMT ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. VXI എന്നുള്ള ഫുൾ ഓപ്ഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും ഫുൾ ഓപ്ഷൻ്റെ അകത്ത്. എയർ ബാഗ് വരുന്നുണ്ടാവോ 2016 എയർ ബാഗ് ഇല്ല? ഇല്ല. ഓക്കെ. K സീരീസ് എഞ്ചിൻ്റെ അകത്ത് ഏകദേശം ഓട്ടോമാറ്റിക്കലി വരുന്നേരം നമുക്ക് 13-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. വണ്ടി അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് തന്നെയുള്ളത്. ഓണർഷിപ്പ് സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഒരുപാട് 42,000 കിലോമീറ്റർ. 5-2 42 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി എല്ലാം പക്കയാണ്. 3.35 ചോദിക്കുന്നുണ്ട്. ഓക്കെ. ലോണ് 3ന്റെ അടുത്തല്ല 3 മുകളിൽ കയറുള്ളൂ. 3 എടുക്കാം. 3 ലക്ഷം രൂപ ലോൺ കിട്ടുന്നതിന് 30,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റും. എടുക്കുന്നതൊക്കെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിലവിൽ? ഇല്ല. സാധിക്ക. അടുത്തത് 11 മുതൽ അൾട്ടീസ് കേട്ടോ. 2011 അൾട്ടീസ്. 12 ഉണ്ടോ? 11-12 ഉണ്ടോ? 12 രജിസ്ട്രേഷൻ നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. 12 രജിസ്ട്രേഷൻ. 11 മോഡൽ പറഞ്ഞാൽ മതിയേ. ഓക്കെ. അൾട്ടീസ് ലോക്ക്ഡ് ആണ്, കുഴപ്പമില്ല. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ടാവില്ല. പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വണ്ടിക്ക് 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്നുള്ള കാര്യം തന്നെയാണ്. കേരള വണ്ടി കേട്ടോ, ഒറിജിനൽ കേരള വണ്ടിയാണ്. ടൊയോട്ടൻ്റെ എഞ്ചിനാണ്. കിലോമീറ്റർ 180 ഉണ്ട് അല്ലേ? 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 1,80,000 കിലോമീറ്റർ ഇതിന് വിഷയമല്ല. ഇല്ല, ഞാൻ അതിനെ കൊണ്ട് 180 പറഞ്ഞിട്ട് നിർത്തിയത്. ഒന്നും പറയില്ല അതിൻ്റെ മുകളിൽ. ടൊയോട്ടയാണ്, ചത്താലും ഓടിക്കൊണ്ട് 3.85 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ഫുൾ ലോൺ തന്നെ കയറേണ്ടതാണ് 11 വണ്ടിക്ക്. ചെയ്യാം. ഓക്കെ. വേറെ ഇപ്പോൾ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും ഇപ്പം ഏകദേശം 10-11 വർക്കൊന്നുമില്ല. വണ്ടിയാണ്. വർക്കൊന്നുമില്ല. മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ചെയ്ത് പക്കാക്കി വെച്ച വണ്ടിയാണ്. അല്ല, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉണ്ട്, നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട്. ചെറുതായിട്ട് പൊടിയിട്ട് തോന്നുന്നു. നമ്മൾ മുന്നേ കണ്ട വാഗണറിന്റെ സെയിം ബോഡി ഷേപ്പിൽ വരുന്ന വണ്ടി തന്നെയാണ്. ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2019 VXI 1 ലിറ്റർ വണ്ടി. ഓക്കെ. മുന്നത്തൊന്നും 1 ലിറ്റർ തന്നെയായിരുന്നു. അതെ. 18-20 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. മൈലേജ് വരുന്ന ബോഡി ഷേപ്പുള്ള വണ്ടിയാണ് മാരുതിയുടെ ഈ ഒരു ഇതിൽ. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. മുന്നത്തെ പോലെ തന്നെ ഒരു എയർ ബാഗ് വരുന്നുണ്ടാവും. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 35,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയല്ലേ? സിംഗിൾ. എയർ ബാഗ് ടെസ്റ്റ് ചെയ്തിട്ടില്ല? ഇല്ല. ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നും ഇല്ല. നല്ല ക്വാളിറ്റിയിലെ വണ്ടി. ഓക്കെ. ഡോറും കാര്യങ്ങളൊന്നും വെറുതെ മാറ്റിയിട്ടൊന്നുമില്ല, ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ. വണ്ടിക്ക് റേറ്റ് ഇവിടെ എത്ര ചോദിക്കുന്നത്? 4,95. 4,95 ചോദിക്കുന്നത്. 2019 വണ്ടി. കുറച്ച് കൊടുക്കാം. ലോണ് എത്രത്തോളം കയറുന്നുണ്ടോ? ഏകദേശം ഫുൾ കയറ്റാം. ഫുൾ ലോൺ തന്നെ കയറുന്നുണ്ടോ? സാഗ മാനുവൽ നേരെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് ZXi സെലേറിയോ 2015 മോഡലായി. അന്നത്തെ ടൈമിൽ ശരിക്കും LOI വീൽസ് വരാത്തതിനെ കൊണ്ടാണ്. പിന്നെ വരുന്നതിൽ LOIs വരുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എയർ ബാഗ് ഉൾപ്പെടെ വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ടാവുമോ? AMT ആട്ടോ വരിക. AMT ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അത് വരുന്നത് K സീരീസ് എഞ്ചിനിലാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ഡീഫോഗർ, അതേപോലെ തന്നെ എയർ ബാഗ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ വണ്ടിക്ക്? ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. 62,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ? 62,000. കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. അപ്പം റേറ്റ് എത്ര ചോദിക്കുന്നത്? 4,25 മാക്സിമം ലോണ്. മാക്സിമം ലോണും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 13-15 റേഞ്ചിലൊക്കെ ഓട്ടോമാറ്റിക് AMTയിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടോ? വേറെ എടുക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. നല്ല വണ്ടിയാണ്. സാർക്ക് അവസാനത്തെ സ്വിഫ്റ്റ് ഡീസലാണ്. സ്വിഫ്റ്റ് ഡീസൽ മോഡൽ 2018 ആണോ 19 ആണോ? 2018 VDI ഡീസൽ എന്ന് പറയുന്ന നേരം AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ടാവില്ല. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ എയർ ബാഗ്സും വരുന്നുണ്ടാവും 2 എണ്ണം. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ളതല്ലേ? കിലോമീറ്റർ വരുന്നത് 96,000 ആണ്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോഡി ഷേപ്പ് ഉണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. 18, 20, 22 അതിന് മുകളിലേക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. 96,000 ഓടിയിട്ടുണ്ട്. 96,000 കിലോമീറ്റർ ആണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 6,29,000 ചോദിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കൊടുക്കാം. 6,29,000 2018 വീഡിയോക്ക് റേറ്റ് വരുന്നത്. ഇനി കുറയും. ഒരു 6 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് വരെ ലോൺ ചെയ്യാം. 27 വരെ കണ്ണുകൂട്ടി മൈലേജ് കിട്ടും. വൃത്തിക്ക് ഓടിച്ച ഹൈവേയിലിട്ടോ. സൗകര്യ ഡീറ്റെയിൽ എങ്ങനെയാണ്? നെറ്റ്സോൺ 2017 മോഡല്. ഫസ്റ്റ് ജനറേഷൻ നെറ്റ്സോൺ ആണ്. XZ പ്ലസ് 1.5 ലിറ്റർ റിവർടോർക്ക് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, കൺട്രോൾസ്, ഹർമറ്റ് ആൻഡ് മ്യൂസിക് സിസ്റ്റം, 3 ഡ്രൈവിംഗ് മോഡ്സ്, അതായത് എക്കോ, പിന്നെ സ്പോർട്ട്, പിന്നെ വരുന്ന സിറ്റി, ഇങ്ങനെ 3 ഡ്രൈവിംഗ് മോഡ് ഉണ്ടാവും.
70, 90, 110 PS എന്നുള്ള 3 പവർ വേരിയേഷനിലായിട്ട് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. കമ്പനി ഹിസ്റ്ററി ഉള്ളതല്ലേ? ഓ ഡീസലാണ്, സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല, നല്ല വണ്ടി. KL13 കണ്ണൂർ രജിസ്ട്രേഷനിലാണ് വരുന്നത്. റേറ്റ് എത്രയാണ് വരുന്നത്? 6.75 വരുന്നുള്ളൂ. 6.75 റേറ്റ്. ഫുൾ ലോണ് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? സാധിക്ക ഇന്നോവ ക്രിസ്റ്റയാണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ. വേരിയന്റ് എന്താ വരുന്നത്? സെഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സെഡ് എന്നുള്ള ഫുൾ ഓപ്ഷൻ 2019 ആണ്. കേരള വണ്ടിയാണ്. ഓക്കെ, ഡീസലാണ് കേട്ടോ, ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. എത്ര എയർ ബാഗ് വരുന്നുണ്ടോ ഇതിൽ? 6 എയർ ബാഗ് ആണോ? പവർ സ്റ്റിയറിംഗ് ഉൾപ്പെടെ ഒരു ഇതെല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പൈലറ്റ് സീറ്റിംഗിൽ നമുക്ക് 7 സീറ്റർ ആയിട്ടാണ് ഈ ഒരു വണ്ടി അവൈലബിൾ ആകുന്നത്. സോ നമുക്ക് അത്യാവശ്യം ബോഡി ഷേപ്പ് ഉണ്ട്. കിലോമീറ്റർ എത്ര വരുന്നത് ഇന്നോവ? 135 ആണ്. 135 കറക്റ്റ് കമ്പനി ഹിസ്റ്ററി. കമ്പനി ഹിസ്റ്ററി ചോദിക്കുന്നുള്ളൂ, കാരണം ടൊയോട്ടയുടെ ഒരു കിലോമീറ്റർ അങ്ങനെയാണ്. പക്ക കമ്പനി ഹിസ്റ്ററി വണ്ടി കേട്ടോ. ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡ്? ഓണർഷിപ്പ് സിംഗിൾ, ഒറ്റ ഓണർഷിപ്പ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് വരുന്നത് 24-25 ചോദിക്കുന്ന റേറ്റ്. ക്രിസ്റ്റ ഇറങ്ങുന്നില്ല. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? ഏകദേശം നമുക്ക് 20 വരെയൊക്കെ ചെയ്യാം. 20 വരെ ട്രാക്കുള്ള കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20-22 ഒക്കെ ചെയ്യാം. ഓക്കെ, വണ്ടി ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനും കൂടെ ഒന്ന് ഹൈ ക്വാളിറ്റി കണ്ടീഷന്. കാർക്കാട്ടിലെ മേലെ നടക്കുന്ന ഗ്രൗണ്ടിൽ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നമ്മളോട് റാപ്പ് ചെയ്യുന്ന നേരം നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റുള്ള നമ്പർ നേരം താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ്. മേള 25-ാം തീയതി വരെ ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ വണ്ടി എവിടെ നിന്നൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിലും വണ്ടി തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് ഒരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് വണ്ടി തൃപ്തികരമായിട്ടുള്ള രീതിയിൽ റേറ്റൊക്കെ സംസാരിച്ചിട്ട് വണ്ടി മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പേപ്പർ അതേപോലെ തന്നെ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കണ്ട് തൃപ്തികരമാകുന്ന രീതിയിൽ തന്നെ വണ്ടി മനസ്സിലാക്കിയിട്ട് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.